എല്ലാവർക്കും നമസ്കാരം. സുജിത്താണ്. സുഹൃത്തുക്കളെ, നമ്മുടെ സിനിമ ബാക്ക് ബെഞ്ചേഴ്സ് റിലീസിനോട് അടുക്കുകയാണ്. മെയ് 16. ഈ അവസരത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ബോധിപ്പിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സിനിമ ചെയ്തു തുടങ്ങിയത് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഒരുപാട് റിസ്ക് എടുത്ത് പല സ്ഥലങ്ങളിൽ സ്റ്റക്കായി പല പ്രശ്നങ്ങൾ വന്നു. നമ്മളത് തീർത്തു, സിനിമ പൂർത്തിയാക്കി കഴിഞ്ഞ് അതിൻ്റെ ബാക്കി പണികൾ, വലിയൊരു കടമ്പയാണ് ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ. അത് നമ്മൾ പലരോടും നടന്ന് സഹായം അഭ്യർത്ഥിച്ചിട്ടും ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് അതിൻ്റെ രീതിയിൽ തീർത്തു. ഇതിൻ്റെ ഇടയിലൊക്കെ പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ തരണം ചെയ്ത് ബാക്ക് ബെഞ്ചേഴ്സ് സിനിമ പൂർത്തിയാക്കി. അങ്ങനെ ഞാൻ സിനിമ ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിലെത്തി. ഒരുപാട് ആൾക്കാരെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും കാലം ഒക്കെ മാറിയത് കൊണ്ടാവാം പലർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ അപ്പോഴേക്കും ഒരുപാട് പൈസ ചിലവായി. ഇത്രയൊക്കെ പണി തീർത്തിട്ട് സിനിമ റിലീസ് ചെയ്യണം. ഞാൻ ഇറങ്ങി, നല്ല ട്രെയിലർ സെറ്റ് ചെയ്തു. ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികളുടെ മുന്നിൽ ഞാൻ ചെന്ന് എൻ്റെ ഫയലുമായിട്ട് വർഷങ്ങൾ നടന്നു. എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻറ്റ് ജെക്കോ ഉണ്ടാകാറുണ്ട്. അവനറിയാം കാര്യങ്ങളൊക്കെ. ആരും സിനിമ എടുക്കുന്നില്ല. ചെയ്തു തരാം എന്ന് പറയുന്നത് ഭീമമായ തുകകളാണ്. അതായത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ചിന്തിക്കാൻ പോലും, അതിൻ്റെ ഒരു അരികിലേക്ക് പോലും എത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ആ സമയത്ത് നിന്നിരുന്നത്. അങ്ങനെ ആകെ ഡിപ്രഷൻ അടിച്ച് ഡെസ്പായി ഒക്കെ തകർന്ന് നിൽക്കുകയാണെങ്കിൽ ഉള്ളിലെ പ്രതീക്ഷ ഞാൻ വിട്ടില്ല. കാരണം എൻ്റെ സിനിമ ഉണ്ട്, അത് ആൾക്കാർ കണ്ടാൽ മോശം പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇതും കൊണ്ട് അലയാത്ത വഴികളില്ല, കാണാത്ത ആൾക്കാരില്ല. വലുതും ചെറുതുമായ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒരുപാട് കണ്ടു. അങ്ങനത്തെ ഒരു അവസരത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്ത് കബീർ, പുള്ളി പറഞ്ഞു നമ്മുടെ ബോസിനെ ഒന്ന് കാണിച്ചു നോക്കുക. കയറി സൻഹ സ്റ്റുഡിയോ കോഴിക്കോട്. പുള്ളിയുടെ ഓഫീസിൽ മീറ്റ് ചെയ്ത് പുള്ളി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുറേ തിരക്കുകൾക്കിടയിൽ എന്നെ കാത്തിരിക്കുകയായിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു, പടം നമുക്ക് ചെയ്യാടാ, നമുക്ക് ഇറക്കാം. അപ്പോഴേക്ക് പുള്ളിക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായി കേട്ടോ. കാരണം ഞാനൊന്നും എവിടെയും മറച്ചു വെക്കാറില്ല, ഞാൻ എല്ലാം തുറന്നു പറയും. ഈ തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന്, ഒരുപാട് നെഗറ്റീവ്, പിന്നെ വേറൊരു പോസിറ്റീവ് കിട്ടിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കാം. അങ്ങനെ വന്നിട്ടുള്ള സൗഹൃദങ്ങൾ, ഈ രണ്ട് സൗഹൃദങ്ങളാണ് എൻ്റെ ഈ സിനിമയിലും പുറത്തുള്ളത്. ഈ ഷാനുക്ക ഇതിൽ രണ്ടാമത് പറഞ്ഞതായിരുന്നു. കാരണം ഷാനുക്ക എന്നെ മനസ്സിലാക്കി. ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത റിസ്കുകൾ ഷാനുക്ക എന്നോട് പറഞ്ഞത് നമ്മൾ ഇറക്കുക എന്ന് പറഞ്ഞു. റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തു. പുള്ളി ആദ്യം പറഞ്ഞത്, നിനക്ക് ഏത് തിയേറ്റർ വേണ്ടേ, എത്ര തിയേറ്റർ വേണം, നിങ്ങൾക്ക് വേണ്ട തിയേറ്ററുകളുടെ ലിസ്റ്റ് എഴുതിക്കൊണ്ടാ, അത് ഞാൻ എടുത്തു തരാം, ബാക്കി നമുക്ക് ഏതൊക്കെ നല്ല വെച്ചാൽ നോക്കിയിട്ട് അവിടേക്ക് ഇടാം എന്ന് പറഞ്ഞു. ആ വർത്താനത്തിൻ്റെ അവസാനം വരെയും പുള്ളി എന്നോട്, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, നിങ്ങൾ എത്രയ്ക്ക് അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കും, ഒന്നും ചോദിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് കഴിയുന്ന നിങ്ങൾ ചെയ്യ്, നമുക്ക് ഇറക്കാം എന്ന് പറഞ്ഞു. ഞാൻ വളരെ ചെറിയൊരു എമൗണ്ട് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കാം, നമുക്ക് അതിനിറക്കാം, അതിനാവുന്ന മതി, ഇപ്പോൾ ഒരു തിയേറ്റർ ഉള്ളൂ വെച്ചാൽ അത് മതി എന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊരു ഇത്ര പൈസ ഉണ്ടാക്കാൻ കഴിയും, അതും ഇനി അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദിച്ച് പിരിവ് എടുത്തിട്ട് വേണമെന്ന് പറഞ്ഞു. ആ പിരിവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ അവസ്ഥ. പുള്ളി എന്നിട്ട് പറഞ്ഞു, നമുക്കിത് ഇറക്കാടാ എന്ന് പറഞ്ഞു. വേറെ ഒന്നും ആലോചിക്കണം, നമുക്കിത് ഇറക്കാം എന്ന് പറഞ്ഞു. ബാക്കി പിന്നെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഓരോ കാര്യങ്ങൾ. എന്തായാലും നമുക്ക് കുറച്ച് തിയേറ്റർ, ഒരു 10 തിയേറ്ററെങ്കിലും നമുക്ക് ഇറക്കിയിടാം. നിങ്ങളെ ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹം നടക്കണം. ഇത്രയും ആളുകൾ ഇതിൻ്റെ പിന്നിൽ റിസ്ക് എടുത്ത് നിൽക്കുന്നത് ഞാൻ കാണാതിരിക്കില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം, ലാഭവും നഷ്ടമൊന്നും ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ക്യൂബിൽ ഓഡിയോ ഫൈനൽ വാങ്ങുന്നത് സത്യം പറയാൻ 2-3 ദിവസം മുന്നെയാണ്. അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ. അങ്ങനെ ഷാനുക്ക വന്നു. അടുത്ത സ്റ്റെപ്പ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കാത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പോവാണ്. ഷാനുക്ക വന്ന് സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് ഷാനുക്ക എൻ്റെ തോളിൽ കൈയിട്ടിട്ട് പറഞ്ഞു, ആരാ പറഞ്ഞിട്ട് അത് ചെറിയ പടമാണ്. എനിക്ക് കണ്ണ് നിറയുന്നുണ്ട് സത്യം പറയാം. ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് വലിയ സിനിമയുടെ, നീ നിന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി എത്രയോ വലിയ സാധനമാണ് നീ ഉണ്ടാക്കി വെച്ചിരിക്കണേ, നമുക്ക് മുന്നോട്ട് പോവാം. എന്നിട്ട് എൻ്റെ തോളിൽ കൈയിട്ടിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ഇനി നിന്റെ സിനിമയല്ല, നമ്മുടെ സിനിമയാണ്. ഇതും എനിക്ക് എന്ത് നഷ്ടം വന്നാലും വേണ്ടില്ല, നമ്മൾ തിറക്കും എന്ന് പറഞ്ഞു. ബാക്കി വരുന്ന പോലെ വരട്ടെ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഷാനുക്ക് അവിടുന്ന് പിരിഞ്ഞു. അതിനുശേഷം ഷാനുക്ക വർക്ക് ചെയ്യല് ആണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. സത്യം പറയാ, എത്രയോ വർഷം ഞാൻ കണ്ട സ്വപ്നം എൻ്റെ എല്ലാം തകർന്നു.
എനിക്കൊന്നുമില്ല, എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തകർന്നു, എന്നിട്ടും ഞാൻ പിടിച്ചു. എന്താണ്? ബാക്ക് ബെഞ്ചേഴ്സ് ഇറങ്ങണം, ബാക്ക് ബെഞ്ചേഴ്സ് വരണം. ഇനി ബാക്ക് ബെഞ്ചേഴ്സ് സ്ക്രീനിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്നുള്ള പേര് റിലീസ് ദിവസം ആൾക്കാരുടെ ഇടയിൽ നിന്ന് കണ്ടിട്ട് അവിടെ മരിച്ചു വീഴാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ.